അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവർ പറഞ്ഞ പോലെ തന്നെയാണ്. അതിരിക്കട്ടെ, ഈ ബറോസ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുകയാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ സംവിധാനം ചെയ്യുന്ന ഒരു 3D ആനിമേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചലച്ചിത്രമാണ്. മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. 3D ചിത്രങ്ങൾ മലയാളത്തിൽ കുറവാണ്. ആ കുട്ടിച്ചാത്തം കഴിഞ്ഞില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ, അതിനെപ്പറ്റി എന്താണ് ചിത്രയ്ക്ക് പറയാനുള്ളത്? എക്സ്പെക്ടേഷനോ തനിക്ക് കണ്ട ട്രെയിലർ വെച്ചിട്ടോ ഇതിന്റെ പാട്ട് ഓക്കെ, അതിനകത്ത് മോഹൻലാൽ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെതായിട്ടുള്ള, അതായത് പാട്ടും കേട്ടിട്ടില്ല, ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പടം ഇറങ്ങുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ സത്യമായിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് ഞാനിപ്പോൾ രാവിലെ വന്നപ്പോൾ ഞാൻ ഡെന്നിസിനോട് പറഞ്ഞു എനിക്ക് പേടിയുണ്ട് എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് മോഹൻലാലിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ലാലേട്ടൻ ഫാനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവർ പറയുന്നത് എന്തൊക്കെ ആണെന്ന് പറഞ്ഞാലും എനിക്ക് ദഹിച്ചെന്ന് വരില്ല. അപ്പൊ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ പറയാ, ഭയങ്കര വൻ വിജയമാവോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റി. ഇനിയിപ്പോൾ കണ്ടു കഴിയുമ്പോൾ നാളെയാണെന്ന് തോന്നുന്നു അല്ലേ റിലീസൊക്കെ. അപ്പോൾ നാളെ കണ്ടു കഴിയുമ്പോൾ നാളെയോ മറ്റന്നാളോ സമയം പോലെ കാണുള്ളൂ. ഭയങ്കരമായിട്ട് ഇങ്ങനെ പോയി ഫസ്റ്റ് ഷോ അങ്ങനെയൊന്നുമല്ല. കാണാൻ സമയമുള്ളപ്പോൾ പോയി കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. നമ്മള് നാളെ ഈ പടത്തിന്റെ ഒരു എന്നെ എപ്പോഴും എല്ലാവരും പറയും ഞാൻ സിനിമ കാണാതെ റിവ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞ പോലത്തെ പരിപാടി നോക്കിയിട്ടൊക്കെ ഞാൻ പറഞ്ഞു കളയും. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പോയി കണ്ടിട്ട് ഞാൻ അതിനെപ്പറ്റി ഞാൻ പടം കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് നാളെ. എങ്ങനെ ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന്. ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് കാണണോ വേണ്ടോ എന്ന് എങ്ങനെ ഞാൻ തീരുമാനിച്ചു, എങ്ങനെ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു എന്നുള്ള കാര്യം നാളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തിയേറ്ററിൽ പോയി ആ പ്രോസസ് എന്താണെന്ന്. അതെ പ്രോസസ് അത് സയന്റിഫിക് ആയിട്ടുള്ള അതിന്റെ മെത്തേഡ് എന്താണെന്നുള്ളത് നാളെ ശാസ്ത്രീയമായി തെളിയിക്കും. നാളെ എല്ലാവർക്കും മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഈ പരിപാടി നടക്കണം. ഇയാൾ ഈ സിനിമ കാണാതെ എങ്ങനെയാണ് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് എന്നുള്ളത് നാളത്തോടു കൂടി തീരുമാനമാക്കി തരും. ഇത് പോഡ്കാസ്റ്റ് വരുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം എക്സ്ക്ലൂസീവ്ലി ഓൺ പോഡ്കാസ്റ്റ്. പിന്നെ എൻ്റെ ചാനൽ ചെറുത്താൻ അത് അതിൻ്റെ വഴിക്ക് പോകും. അതിനകത്ത് ഞാൻ തന്നെ കാണത്തുള്ളൂ. ഇതിനകത്ത് ഒരു ബന്ധവുമില്ല ഇവർക്ക് ആർക്കും. അതിനകത്ത് ഈ സംഭവത്തിൽ അല്ലേ എന്താ പറയണ്ടേ, നോ ആനിമൽസ് ആർ ഹാംഡ്, നോ ആങ്കർ ഈസ് ഹാംഡ്, നോ ഫ്രീ മാൻ ഈസ് ഹാംഡ്. അത് അതിൻ്റെ വഴിക്ക് വേറെ. ഇത് ഞങ്ങൾ 3, 4, 5 പേരൊക്കെ വന്നിരിക്കും. അതിൻ്റെ സ്ഥലം ഇങ്ങനെ കൂടെ നീട്ടും. ചിലപ്പോൾ നീട്ടി ചിലപ്പോൾ ഒരു ഗ്രൗണ്ടിലെത്തും. ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി നമ്മളൊരു ക്രൗഡ് എന്താ പറയണ്ടേ ടോക്കോ എന്ത് വേണം നടത്തിയെന്നിരിക്കും. അതെല്ലാം നടത്താൻ വലിയ പാടുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഏത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് പെട്ടെന്നാണ് മനസ്സിലായി. ഇപ്പോഴാണ് വിചാരിച്ചിരുന്നത് ഇത് കുറേ നമ്മൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമെങ്കിലും അത് കുറേ സമയം എടുക്കും. അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. ഇത് വളരെ എല്ലാം ചടപടേതായിരുന്നു. അല്ല അപ്പോഴും ബറോസിന്റെ കാര്യം പറഞ്ഞപ്പോ കാണാൻ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നാളെ തന്നെ കാണാൻ പോകണമെന്നൊന്നുമില്ല. എനിക്ക് ടൈം നോക്കിയിട്ട് എങ്ങനെയാന്ന് നോക്കിയിട്ട്. ഈ പടം നാളത്തെ റിവ്യൂ കണ്ട് പൊട്ടി എന്നൊക്കെ മനസ്സിലായി. പിന്നെ പോയി കാണുമോ? ഞാൻ കാണും. എന്താ പൊട്ടിയെന്ന് അറിയണമല്ലോ. എന്റേതായിട്ടുള്ള രീതിയിലൊരു അവലോകനം അതിനകത്ത് ഞാൻ നടത്താറുണ്ട്. പുഷ്പ കണ്ടപ്പോ പൊട്ടിന്ന് മനസ്സിലായിട്ട് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പൊട്ടിന്ന് മനസ്സിലായിട്ടാണ് ഞാൻ പോയി കണ്ടത്. അല്ല, പൊട്ടിന്ന് മനസ്സിലായിട്ടല്ല പോയി കണ്ടത്. ഞാനൊരു പൊതുവെ എനിക്ക് അല്ലു അർജുൻ്റെ ഫിലിംസും ഇങ്ങനെ ആക്ഷൻ പരിപാടികൾ, തെലുങ്കു അങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പുള്ളിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ നമ്മുടെ രാവിലെ പോകുന്ന ഷോസൊക്കെ ഉണ്ടല്ലോ, ഒരു 4:15 പോകുന്ന ഒരു ഷോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോയിട്ട് എല്ലാവരുടെ കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു പോയതാ. പക്ഷെ ഇത്ര ദുരന്തം പടമൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു പടം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ടിരുന്നുകൊണ്ട് നമ്മൾ അങ്ങ് നല്ല രീതിക്ക് അങ്ങ് കളിയാക്കി ആ പടത്തിനെ. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പടം. അതായത് എനിക്കൊന്നും നമ്മുടെ അതിനകത്ത് അഭിനയിച്ച പെണ്ണിന്റെ പേരുന്നത് ശ്രീവള്ളി രശ്മിക ആണെങ്കിൽ മറ്റേ നമ്മളിപ്പോ ഡെന്നിസിന് ഞാനൊരു 50 രൂപ തരുന്നതെന്ന് വെച്ചാൽ 500 രൂപയുടെ അഭിനയം ബേത്തർ. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ പുള്ളിക്കാരി അഭിനയിച്ച് തകർക്കും. അപ്പൊ പുള്ളിക്കാരി അവിടെ നിന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡയലോഗുകളും പുഷ്പേനെ കുറിച്ച് അത്രയും വർണ്ണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുക. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പടം പൊട്ടിന്ന് പറഞ്ഞതിലും വലിയ സങ്കടമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻജോയ് ചെയ്തു, അത്രേ ഉള്ളൂ. അർജുന്റെ ഫാനോ അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടാവും.
അങ്ങനെ പൊട്ടിന്ന്. അപ്പൊ അതുപോലെ വീണ്ടും പോയി ഇപ്പൊ ബറോസ് കാണാൻ നേരത്ത് കൂട്ടുകാരുടെ കൂടെ പോയിരുന്ന് ചിരിച്ച് കളിച്ച് ഇതിനെ കളിയാക്കി. അത് ഞാൻ കാണില്ല. ഇത് മോഹൻലാലിന്റെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കളിയാക്കാനായിട്ട് അങ്ങനെ നിൽക്കൂല. എനിക്കൊന്ന് ജസ്റ്റ് കാണണം എന്താണ് പുള്ളി ഇത്രയും നാള് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അതൊന്നും എനിക്ക് അറിയണം എന്നുള്ളതുണ്ട്. എന്താണ് അതിനകത്ത് ഉള്ളത്, അല്ലെങ്കിൽ ആ പടത്തിനകത്ത് എന്തൊക്കെയാണ് പുള്ളി അതിനകത്ത്. തനിക്ക് തോന്നുന്നുണ്ടോ മോഹൻലാലിനെ കൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമെന്നും? അത് അജുൻ എങ്ങനെ പറയാൻ? അല്ലല്ല, ഞാൻ അതിനെപ്പറ്റി ചോദിക്കുക. ഇറങ്ങിയോ പടം? അതല്ല, നമുക്കിപ്പോ ഒരാളെ പറ്റി ഒരു അഭിപ്രായമുണ്ട്, നമുക്കൊരാളെ കണ്ടറിയാം. ഇപ്പൊ ചിത്രയെ കൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എത്രത്തോളം ഏത് ടൈപ്പ് പടമായിരിക്കും സംവിധാനം ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ചിത്രയ്ക്ക് ഒരു സയൻസ് ഫിക്ഷൻ മൂവിയോ അല്ലെങ്കിൽ ഈ ആനിമേഷൻ മൂവിയോ ഒന്നും സംവിധാനം ചെയ്യാനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല. നിനക്ക് അതിനെപ്പറ്റിയുള്ള അറിവുമില്ല. നിനക്ക് വേണേൽ ചെയ്യാൻ പറ്റും, ഒരു പഠിക്കാനുണ്ടെന്ന് മാത്രമല്ല, അതൊക്കെ വലിയ പണിയാ. ഇപ്പൊ അയൺമാൻ പോലത്തെ പടം എന്താണ് തന്നെ കൊണ്ട് സംവിധാനം ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ടും പറ്റത്തില്ല, അവനെ കൊണ്ടും പറ്റത്തില്ല. ഓക്കെ, എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇപ്പൊ മോഹൻലാലിനെ കൊണ്ട് ഇങ്ങനെ കുട്ടികളുടെ ഒരു ആനിമേഷൻ 3D മൂവി സംവിധാനം ചെയ്യാൻ പറ്റുമോ, അതോ സാധാരണ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമോ, അതോ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യാൻ പറ്റുമോ, അതോ സീരിയലാണോ സംവിധാനം ചെയ്യാൻ പറ്റുന്നത്, അത് സംവിധാനമേ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇത് പുള്ളിക്ക് പറ്റിയ പണിയല്ല. പുള്ളി ഇത് ചെയ്താൽ ശരിയാകത്തില്ല. അപ്പൊ തന്റെ അഭിപ്രായം എന്താ? നല്ല അസോസിയേറ്റ്സിനെ വെച്ച് പുള്ളി പണി അങ്ങ് നടത്തണമെന്ന് ചോദിച്ചാൽ പറ്റും. മനസ്സിലാവുണ്ടോ? ഒരു ബേസിക് ഐഡിയ ഒക്കെ മതി. നല്ല 2 അസോസിയേറ്റ്സ് ഉണ്ടെങ്കിൽ പരിപാടിയൊക്കെ നടക്കും. പിന്നെ ഇയാളുടെ ഒരു എന്താണ്, ഈ സന്തോഷിവൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടായിരുന്നു. ഈ പഴയ ഇൻ്റർവ്യൂ ആണ്, കുറച്ചു നേരം മുമ്പുള്ള, ഈ കോവിഡിന് ശേഷം. അപ്പോൾ ഈ കോവിഡ് സമയത്ത് മോഹൻലാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കും സന്തോഷിവന്. അപ്പോൾ ഇയാളത് കണ്ടിട്ട് പിന്നെ അയാൾ പറയണം, ഞാൻ പിന്നെ ഇത് അയച്ചു തരുന്നുണ്ട്, ഞാൻ പിന്നെ നന്നായിട്ടുണ്ടെന്ന് പറയുമെന്ന്. മനസ്സിലാവണ്ടോ? അങ്ങനെ അയാൾ പറയുന്നുണ്ട്. മനസ്സിലാവണ്ടോ? ചിരിച്ചുകൊണ്ട് അയാൾ കുറച്ച് ഫണ്ണി ആയിട്ട് തമാശയാക്കി തന്നെ അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന അയാളുടെ ഒരു ഈ പറയുന്ന സിനിമ ചെയ്യാനുള്ള കഴിവെന്നൊക്കെ പറയുന്നത് ഇതാണോ അതിൻ്റെ കറക്റ്റ്? ഓക്കെ. അപ്പോൾ ഇയാൾ സിനിമ ചെയ്യാന്നൊക്കെ പറയുന്നത് അഭിനയിക്കാനുള്ള, ഇയാൾക്ക് ക്യാമറയെക്കുറിച്ചൊക്കെ ധാരണയൊക്കെ ഉണ്ട്. ഇയാൾ അതിങ്ങനെ നമുക്ക് ഇയാൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന രീതി ഇയാൾ ആ പരിപാടി പിടിക്കുന്നതാണെന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് അറിയാതെ അങ്ങനെ ചില കാര്യങ്ങൾ അറിയാമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ പൊസിഷൻ പിടിക്കാൻ അറിയാൻ പുള്ളിക്ക്. അവിടെ ഇപ്പോൾ ബറോസിൻ്റെ ഫസ്റ്റ് ടീസർ വന്ന ഓർമ്മയുണ്ടോ? അപ്പോൾ അത് താൻ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇയാളിങ്ങനെ താക്കോൽ സൂക്ഷിപ്പുകാരൻ എക്സ്ക്ലൂസീവ്ലി ഇയാൾ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. അപ്പോൾ ഇയാളുടെ ഇന്ന് ഡിഗാമ തമ്പുരാൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ. ഇയാളുടെ ഇന്ന് ഒരു 10 വയസ്സുള്ള കൊച്ച് താക്കോൽ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. ഇയാൾ അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി അത് മാറ്റി. അത് മുക്കി പുള്ളി. പിന്നെ അതില്ല, ആസാനമില്ല, അത് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വന്നു. അങ്ങനെ പല മാറ്റി പുള്ളി ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. ഇതൊരു പരീക്ഷണമാണ്. മനസ്സിലാവുണ്ടോ? പിന്നെ ഇനിയിപ്പോൾ എന്താവുന്നൊന്നും കണ്ടേ പറയാൻ പറ്റുള്ളൂ. എന്ത് കാണിച്ചാലും ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്കറിയാമല്ലോ ഇയാളെ കൊണ്ട് എന്ത് നടക്കുന്നു ഉള്ളത്. ഇയാളെല്ലാത്തിലും ഇടപെടുകയും ചെയ്യുമെന്ന് തോന്നുന്നു. മനസ്സിലാവണ്ടോ? അവിടെയാണ് അതിൻ്റെ ഒരു വേറൊരു പ്രശ്നം. ഞാൻ ഇതിനകത്തുള്ള അപകടം എന്താണെന്നറിയോ? അവിടെ നല്ല ഇത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ മോഹൻലാൽ ലാലിസോ എന്ന് പറഞ്ഞൊരു പരിപാടിയും കൊണ്ടുവന്നു. പാട്ട് പാടുമെന്നും പറഞ്ഞുകൊണ്ട് മോഹൻലാലിന് പാടാൻ അറിയാം, മോഹൻലാൽ സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്, അല്ലാതെ പാടും എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിക്ക് വന്ന് അതങ്ങ് കുളമായി, പോട്ടി നാശമായി. അപ്പം നമ്മൾ ഇതിനകത്ത് എന്തോ ഒരു എക്സ്പെക്ടേഷൻ വേണം സിനിമ സംവിധാനത്തിൽ. പിന്നെ വേറൊരു പരിപാടി, പുള്ളി ക്രിക്കറ്റ് കളിക്കാൻ പോയി. ക്രിക്കറ്റ് കളിക്കാൻ അറിയാം, പഴയ കളിക്കാരനാണ്, യൂണിവേഴ്സിറ്റി കോളേജ് കളിച്ചിട്ടുണ്ട്, ചാമ്പ്യനാണ്, ബോക്സറാണ് എന്നൊക്കെ പറയാതെ, പക്ഷേ എറിയാൻ ചെന്നിട്ട് കാണിച്ചൊരു ഓവറിൽ ഇത്രയും വൈഡ് എറിഞ്ഞ ഒരു മനുഷ്യനില്ല. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനില്ല. ക്രിക്കറ്റ് പോട്ടെ, കണ്ടത്തി കളിക്കുന്ന പിള്ളേർ പോലും ഇത്ര എറിഞ്ഞ് കാണത്തില്ല. അവിടെ ചെന്ന് അങ്ങ് നാണം കെട്ട് അങ്ങ് നാറി അങ്ങ് നാശമാക്കി, കോളമാക്കി. അപ്പം നമുക്ക് ഈ ഡയറക്ഷനിലും എന്തോരം ആക്കാൻ സാധിക്കും. പുള്ളിക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. ബ്ലോഗ് എഴുതിയിട്ട് എഴുതി കൂട്ടിയ വിഡ്ഢിത്തരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ലെവലിൽ അയാൾ നാണം കിടന്ന രീതിയിലത്തെ ബ്ലോഗുകൾ എഴുതി പിടിപ്പിച്ച് കുറേ അക്ഷരം അറിയാം, ആരാണ് വേണ്ട പറയുന്നത്, ആരാണ് എഴുതി കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഇയാൾ പറയുന്നതായിരിക്കും എഴുതുന്നത്. അല്ലെങ്കിൽ ഇനി വേറൊരാൾ എഴുതിയിട്ട് പുള്ളി അപ്രൂവ് ചെയ്യും. ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പണിയായിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ അസോസിയേറ്റിനെ വെച്ചിട്ട് അത് കൊള്ളാമെന്ന് വിചാരിക്കുന്ന ഒരു മാനസിക നില ഉണ്ടല്ലോ. ഇത് കാണുമ്പോൾ ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ആ ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ല. അല്ല, താൻ പറഞ്ഞ പോലെ ഒരു അസോസിയേറ്റിനെ വെച്ച് ചെയ്യുമ്പോൾ പോലും
അതിനകത്ത് പുള്ളിയുടെ ഒരു ഇടപെടൽ വരും. പുള്ളി ഒരാണ് സിഗ്നേച്ചർ കൊടുക്കുവാന്ന് വിചാരിച്ചു. ലാസ്റ്റ് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ലെറ്റർ പാഡിൽ കംപ്ലീറ്റ് ആക്ടർ എന്ന് ടൈറ്റിൽ വെച്ചിട്ട് അടി കൊണ്ട് ഒപ്പിടുന്ന ആള്. അവർ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ ലെറ്റർ പാഡിൽ എഴുതി കൊടുക്കുന്നു, പുള്ളി ഇത് വായിക്കുന്നു, അല്ല വായിച്ച് പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും ചെയ്യായിരിക്കും. പുള്ളി തിരക്കാണ്, ചിലപ്പോൾ വായിക്കത്തില്ല. ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്, ഇതാണ് ഇതിൻ്റെ കണ്ടന്റ്, ഒന്ന് ഒപ്പിട്ടേക്കാൻ പറയും. പുള്ളി അങ്ങ് ഒപ്പിടുവാന്ന് വിചാരിച്ചു. അങ്ങനെയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് സിനിമ വരുവാന്ന് വിചാരിച്ചു. സിനിമയിൽ ഇയാൾ ഈ പറഞ്ഞ പോലെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ കൊള്ളാമെന്നാന്ന് വിചാരിച്ചു. അവൻ കൊള്ളാവുന്നൊരു പണി കാണിച്ച് അയാൾക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം പുള്ളി കാണിച്ചേക്കുന്ന പല പരിപാടികളും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് പുള്ളിയുടെ പ്രോഡക്ട്സ് ഇതിന് മുമ്പുള്ള അഭിനയത്തിലും ഇയാളുടെ സിനിമകളിലും ഇയാൾ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റും കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഈ ഡയറക്ടറെ സെലക്ട് ചെയ്തേക്കുന്നത്, മോഹൻലാലാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇവരുടെ വലിയൊരു കോക്കസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർ നേരത്തെ തൊട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സെലക്ട് ചെയ്ത എല്ലാം നല്ല ഒന്നൊന്നര സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിനകത്തും പാളിച്ച് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സംവിധാനം ആദ്യമായിട്ട് ചെയ്യുക. പാട്ട് പാടിയതുപോലെ, ക്രിക്കറ്റ് കളിക്കാൻ ചെന്നതുപോലെ, ബ്ലോഗ് എഴുതിയതുപോലെ ഒക്കെ ചെന്നേക്കോ പുള്ളി. ഇയാളിപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി ചാടി ഇറങ്ങിയതിൻ്റെ പിന്നിലെ ചേതോവികാരം തോന്നുന്നത് പൃഥ്വിരാജ് സിനിമ ചെയ്തോണ്ട് അതായിരിക്കും തോന്നുന്നത്. ഇയാളുടെ പരിപാടിയെല്ലാം അങ്ങനെയാണല്ലോ. ഞാൻ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഉടനെ പുള്ളിക്ക് അത് ചെയ്യണം, എനിക്ക് പാട്ട് പാടണം, ഞാൻ ഗായകനാണ്, ഞാൻ മറ്റേത് ചെയ്യും, ഞാൻ എല്ലാം ചെയ്യും. ഇയാൾ മാജിക് എന്നും പറഞ്ഞ ഒരു സമയത്ത് ഇറങ്ങിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഫുള്ളും ചിത്രം നോക്കുന്നു. ചിത്രം ഒറ്റപ്പെട്ട ഈ സംഭവത്തിൽ ചിത്രം ഞങ്ങൾ എനിക്കിത് കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞൊന്നും പറയാൻ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ പടം ഇറങ്ങട്ടെ, പടം ഇറങ്ങിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ. ഞങ്ങൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളി ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പടം ഇറങ്ങുന്ന അനാലിസിസ് അല്ലേ? നമ്മൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. അത് അയാൾ ചെയ്യണ മൊത്തം ഇങ്ങനെയാണ് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങൾ വ്യക്തിഹത്യ എന്ന് പറഞ്ഞ ഒരു കള്ളത്തരം പറഞ്ഞ് നിന്നെ പറ്റി അപവാദം പറഞ്ഞിറക്കിയിട്ട് വ്യക്തിഹത്യ എന്ന് പറഞ്ഞ സാധനം അങ്ങനെയാണ് ചെയ്യുന്നത്. നീ ചെയ്തിട്ടില്ലാത്ത കാര്യം, അല്ല നീ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന് പറയുന്നിടത്ത് എല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ചെയ്യുന്നൊന്നും പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ക്ലെയിം ചെയ്യുകയല്ല ചെയ്യുന്നത്. പറയുന്നില്ലല്ലോ ഇത് ഭയങ്കര അടിപൊളിയാണ്, അടിപൊളിയാണെന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഞാനിപ്പോ എന്തിനും ചെയ്യുന്നതിനകത്ത് ഫാൻസിന്റെ കുറെ കുഴപ്പങ്ങളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവരിത് ഭയങ്കരമായിട്ട് പൊക്കി പിടിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഹൈപ്പിലേക്ക് ആ സാധനം പോകുന്നത് കൊണ്ടാണ് നമുക്കും ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടായി. അതിപ്പോ ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അത് വൻ പരാജയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത് അതുകൊണ്ടാണ്. കാരണം ഫാൻസ് ഇത്ര ഏറ്റെടുക്കുമ്പോ എന്താ പറയാ, നമുക്ക് തോന്നും ഇയാള് എന്തോ വലിയ സംഭവമാണ് ചെയ്യാനിരിക്കുന്നത്, അങ്ങനെ ചെയ്യണ്ടെന്നുള്ളൊരു ധാരണ ആൾക്കാർക്കിടയിൽ വരും. പിന്നെ അതൊന്ന് താഴേക്കൊന്ന് പോയി കഴിഞ്ഞാൽ വൻ വീഴ്ചയിലേക്ക് അത് പോവുകയും ചെയ്യും. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് അതാണ് നേരത്തെ പടമൊക്കെ പൊട്ടുമ്പോൾ സംവിധാനത്തിന്റെ തലയില് വിജയിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ പടം വിജയിച്ച് ഇപ്പൊ ഫാൻസുകാർ ഒരു ബ്രാൻഡിന് വിലയുണ്ടല്ലോ, അതില്ലാന്ന് പറയാൻ പറ്റില്ല. ഏത് ബ്രാൻഡ്, എന്ത് ബ്രാൻഡ് എന്നീ പറയുന്നത്? ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് അതല്ല ഞാൻ പറഞ്ഞത്. എന്നാ പോട്ടെ, ഇനി ബ്രാൻഡ് ആണെന്നങ്ങ് വിചാരിക്കുക. ഈ ബ്രാൻഡിന്റെ ക്വാളിറ്റി വളരെ മോശമാണെങ്കിൽ ബ്രാൻഡായിട്ട് വല്ല കാര്യമുണ്ട്? അത് ബ്രാൻഡിന്റെ ക്വാളിറ്റി അതിനകത്ത് കാണുന്ന ആൾക്കാർ എടുത്താൽ മതി. അങ്ങേരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിനിമകളുണ്ട്, അല്ലെങ്കിൽ അങ്ങേര് ചെയ്തു വെച്ചിട്ട് അടിപൊളിയാക്കിയേക്കുന്ന ഒരുപാട് സിനിമകൾ. അജു തന്നെ പറഞ്ഞിട്ടില്ലേ, പഴയ സിനിമകൾ നല്ല സിനിമകളാണ്. ചെറുപ്പകാലത്ത് ഒന്ന് പുള്ളിയെ ഒന്ന് തട്ടി ഞെട്ടിപ്പോയി പുള്ളി ഇങ്ങനെ കാണിക്കുന്ന സാധനമുണ്ട്. അത് ഏത് സ്ഥലത്ത് ഏത് ക്യാരക്ടറും അത് കാണിക്കും. ആ ക്യാരക്ടർ ആരായാലും മോഹൻലാൽ അത് കാണിക്കും. അത് പുള്ളി ഏത് സിറ്റുവേഷൻ ആണെങ്കിലും കാണിക്കും. പുള്ളി ഇപ്പൊ കാമുകി പുള്ളിനെ ഇങ്ങനെ പിടിക്കാൻ വരുമ്പോഴാണെങ്കിൽ പുള്ളി സാധനം പുള്ളിയുടെ പോലീസ് പിടിക്കാൻ വരുമ്പോൾ അടിക്കാൻ മറ്റേ അടി കൊള്ളുമ്പോഴേക്കും പുള്ളി ഇടുന്നതായിരിക്കില്ലല്ലോ, അതിന്റെ ഡയറക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ പറയുന്നതായിരിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അജു ചെയ്തിട്ട് ഒരു സാധനം നല്ലതെന്ന് വിചാരിച്ചു, അത് കണ്ടു കഴിയുമ്പോ തന്നെ നമ്മളിപ്പോ പിന്നീടും ചെയ്ത് കാണാനായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ. മോഹൻലാല് ബോൺ ആക്ടറാണല്ലോ പുള്ളി, അങ്ങനെയാണല്ലോ പറയുന്നത്. ബോൺ ആക്ടറാണല്ലോ. ഈ എക്സ്പ്രഷൻസ് മാറണം ബോൺ ആക്ടർ ആയതുകൊണ്ട്. ഇത് തന്നെ ഇടാൻ പറ്റില്ല, മനസ്സിലായോ? മാറ്റാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ടോ? അത് മാറ്റാനായിട്ട് അയാൾ നിർബന്ധിച്ചാണ് ഇത് ചെയ്യുന്നതാണോ നീ വിശ്വസിക്കുന്നത്? അതല്ല, അയാളിപ്പോ ഓരോ ക്യാരക്ടേഴ്സ് കാര്യങ്ങൾ വരുന്നു, അയാൾ ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇത്ര ഭയങ്കര എക്സ്പ്ലനേഷൻ. ഫാനാ ഈ അന്ധമായ മറ്റേ അതുപോലെ ഉണ്ട്. പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. അത് പറഞ്ഞോ, കുഴപ്പമില്ല. ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് കുഴപ്പമുള്ള എന്നറിയോ, ഇതിപ്പോൾ ഫാൻസുകാർ ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസിന് എങ്ങനെ ഇത് തോന്നുന്നുള്ളതാണ്. അയാൾ അതുപോലെയൊക്കെയാണ് ഈ ഫാൻസിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോഴേ അവർക്ക് ഹൈപ്പ് വരത്തുള്ളൂ. അല്ലാതെ എങ്ങനെ ഒരു മനുഷ്യൻ ചുമ്മാ സിമ്പിളായിട്ടാ പറയുന്നത് ഓരോ കാര്യങ്ങളും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സിമ്പിളായിട്ട് തിരിഞ്ഞു വന്നിട്ട് പറിച്ചിട്ട് പറഞ്ഞു സമയമായെന്ന്. പിന്നെ കേട്ടില്ല, അപ്പോഴേ ഞാൻ പൊക്കോളാൻ വന്നു. വീഡിയോ ഉണ്ട് അതിന്റെ, ആ വീഡിയോ ഇടയിലിടാം. സമയമായെന്ന് ഞാൻ എന്നാ പൊക്കോ, ശരി ബൈ എന്ന് പറഞ്ഞു. താൻ എന്താണോ പോയില്ല എന്ന് തിരിഞ്ഞു വന്നിട്ട് സമയമായി വരുന്നെന്ന്. ഞാൻ സമയം വരുന്നത് പൊക്കോ, എന്തിനിവിടെ നിൽക്കുന്നേ എന്ന് പറഞ്ഞ പോലെ. ഈ പറഞ്ഞതിനകത്തൊരു കുഴപ്പമുള്ളതെന്നറിയോ, ഈ പറഞ്ഞ ഇപ്പൊ ചിത്രയ്ക്ക് എന്താ പ്രശ്നം വെച്ചാൽ, ചിത്ര പഴയ സിനിമകളിൽ മോഹൻലാൽ അഭിനയിച്ച സിനിമകളിൽ മോഹൻലാൽ ഒന്ന് സൂപ്പർ സ്റ്റാർ ആവുന്നതിന് മുമ്പുള്ള സിനിമകളെ പറ്റി പറയുന്നത്. മോഹൻലാലൊക്കെ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് കൈയടത്തും, കാസ്റ്റിംഗ് കൈയടത്തും, തിയേറ്ററിനകത്ത് പിടിച്ചു വെക്കും. അങ്ങനെ ഇവർക്ക് ഹോൾഡായി പോയി. ഇവർ പ്രൊഡക്ഷനുമാണ്, പ്രൊഡക്ഷൻ
ഡയറക്ഷൻ ചെയ്യും, പാട്ട് പാടും, എല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പടങ്ങൾ വളരെ മോശമാണ്. കാരണം ഇവർക്ക് ഈ പരിപാടി അറിയത്തില്ല. സിനിമാ നടന്മാർ എന്ന് തൊട്ട് ഈ സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞ മേഖലകളിൽ ഇടപെടാൻ തുടങ്ങിയോ അന്ന് തൊട്ട് മലയാള സിനിമ നശിച്ച്. മറ്റേ സാധനം നമ്മൾ അന്ന് പറഞ്ഞ പോലെയാണ്. അതിപ്പോൾ ഇവർ സിനിമക്കകത്ത് ഇടപെടുന്നത്, ഇപ്പോൾ അഭിനേതാക്കൾ സിനിമക്കകത്ത് സ്ക്രിപ്റ്റിനകത്തൊക്കെ ഇടപെടുക എന്ന് പറയുന്നത് ലോകത്ത് വേറെ എവിടെയെങ്കിലും സംഭവിക്കേണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാവുണ്ടോ? അതായത് സിനിമ എന്ന് പറയുന്ന ഇപ്പോൾ ഇതൊരു ബിസിനസ്സാണല്ലോ അടിസ്ഥാനപരമായിട്ട്. ഇതൊരു പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്ന ഒരു കച്ചവടമാണ് ഇത്. ഈ സാധനം അങ്ങനെ മനസ്സിലാക്കണം. അഭിനേതാവിനെ ഹയർ ചെയ്യുന്നതാണ്, മനസ്സിലാവണം. വാടകയ്ക്ക് എടുക്കുന്നതാണ്. വാടകയ്ക്ക് എടുത്ത് അഭിനയിപ്പിക്കുന്നു, എന്നിട്ട് ആ കാശ് കൊടുക്കുന്നു, പൊക്കോളാൻ പറയുന്നു. അതാണ് പരിപാടി. അപ്പോൾ ഇവർ വന്നിട്ട് പറയണേ ഇതൊക്കെ മാറ്റണം. ഏത് കമ്പനികൾ അവരെ മാറ്റിക്കോ, ഇവരെ മാറ്റിക്കോ, സ്ക്രിപ്റ്റിൽ ഇത്രയും പോഷൻ മാറ്റിക്കോ, എൻ്റെ ഇതെല്ലാം ഇവർ ഇടപെടുവാണ് ഇതിനകത്ത്. ഇന്ത്യൻ സിനിമയിലെ കാര്യം പറയുന്നത്. അതായത് ഒരു കഥ ഉണ്ടാകുന്നു, ആ കഥയ്ക്ക് വേണ്ടുന്ന ഒരാളെ കാസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ പറയുന്ന പോലെ അയാൾ ആ സിറ്റുവേഷൻ അഭിനയിക്കുകയോ ചെയ്യേണ്ടത്. ആ ഉടുപ്പിട്ട് അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും ആരൊക്കെയാണെന്ന് അവരാണ് നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്ത് പറ്റുന്നറിയോ? തിരക്കഥ വന്നിട്ട് ഇടപെടും, കഥയ്ക്കകത്ത് ഇടപെടുന്നില്ല, തിരക്കഥയ്ക്കകത്ത് ഇടപെടും. പിന്നെ സ്ക്രീൻ പ്രസൻസ് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടും. പിന്നെ ഇടുന്ന കോസ്റ്റ്യൂംസ്, കൂളിംഗ് ഗ്ലാസ് വരെ മമ്മൂട്ടി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നവരേക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. ഇന്ന കൂളിംഗ് ഗ്ലാസ് വെച്ചേ നിൽക്കത്തുള്ളൂ, അല്ലെ കൂളിംഗ് ഗ്ലാസ് വേണം. പിന്നെ സീനിനകത്ത് ചില ഡയലോഗുകൾ അവർ പറയണ്ട, നമ്മളോട് അങ്ങനെ ഞാൻ വലിയ പുള്ളിയാണ്, ഇങ്ങനെയൊക്കെ ചെയ്ത കുറേ സിനിമകളാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഈ സിനിമയ്ക്കൊന്നും സിനിമയുടേതായ ക്വാളിറ്റി ഒന്നും ഇല്ല. അത് കണ്ടാൽ മനസ്സിലാകുന്നവർക്ക് ഇവരോട് വിരോധം തോന്നും. പല സംവിധായകന്മാരെയും ചവിട്ടിത്താക്കും. ഒരുതരം എന്താ പറയുക, ഇവരോട് അങ്ങനെ വിരോധമൊന്നും അല്ല തോന്നുന്നത്. എനിക്കങ്ങനെ വിരോധമൊന്നും തോന്നുന്നില്ല. ഇവരുടെ ഈ മണ്ടത്തരം മനസ്സിലാകുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇവരിങ്ങനത്തെ ചെറിയ പൊട്ടന്മാരാണ്, അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അതായത് സിനിമ ഇപ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാനൊരു നടനാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കും? ഒരു ക്യാരക്ടർ, സിനിമ നന്നാക്കുക, എൻ്റെ ക്യാരക്ടർ നന്നാക്കുക, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഔട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അതിനകത്ത് കയറി ഇടപെട്ട് ആ സിനിമയുടെ മൊത്തം പരിപാടിക്കകത്ത് ഇടപെട്ട് അതിനകത്ത് കിടന്ന് ബ്ലാമ്പി അലമ്പി അത് മോശം അവസ്ഥയിലാക്കിയിട്ട് ഇവരുടെ മാത്രം കാര്യം ശരിയാക്കുന്ന പോലെ പരിപാടി വെച്ചിട്ട് അവസാനം എന്തുണ്ടാവും? സിനിമ മോശമായി പോകും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ, ഇപ്പോൾ ചിത്രം ഒരു ബിൽഡിംഗ്, ഒരു വീടുണ്ടാക്കുവാണ്. ഞാനതിൻ്റെ ഞാനതിൻ്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറാണ്, ഞാനിത് സെറ്റ് ചെയ്തു ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ അജു വന്നിട്ട് ഇത് ഏൽപ്പിച്ചേക്കുന്ന അജുവിനെയാണ് ഇത് പണിയാൻ വേണ്ടിയിട്ട്. കോൺട്രാക്ടർ അജു ആണ്. അജു വന്നിട്ട് അപ്പോൾ ഇയാൾ വന്നിട്ട് ചിത്രക്കൊരു ഐഡിയ ഉണ്ട്, ഞാനും ചിത്രം തമ്മിൽ ഇതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്, നമ്മളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഇയാൾ വന്നിട്ട് പറയുകയാണ് ഇതൊക്കെ മേടിച്ച് കൈപ്പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ശരിയാവില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അത് വേറൊരു തരത്തിലുണ്ടാക്കി തരാമെന്ന് പറയും. ഇയാൾ അങ്ങ് ഉണ്ടാക്കി അങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി അത്. മനസ്സിലാവുണ്ടോ? ഇത് ചിത്രയുടെയാണ് ആവശ്യം, ചിത്രയാണ് പ്രൊഡ്യൂസർ. മനസ്സിലാവുണ്ടോ? ഞാൻ അതിനെ കൈകാര്യം ചെയ്ത് തരുന്ന ആൾ മാത്രമാണ്. ഇത് താനാണ് ഇപ്പം പ്രൊഡക്ഷൻ ഹൗസിൻ്റെ രീതിക്കനുസരിച്ച് പണിയെടുക്കുക എന്നുള്ളതാണ് ബാക്കി എല്ലാവരുടെയും ഉത്തരവാദിത്വം. മനസ്സിലാവുണ്ടോ? അല്ലാതെ ഇതിനകത്ത് കയറി ഇടപെട്ട് അവരോട് ഇങ്ങനെ ചെയ്യും, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇത് എഗ്രിമെൻറ്റ്സ് ഇല്ല. മനസ്സിലാവുണ്ടോ? അതാണ് ഇപ്പോൾ നടന്മാർ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഈ ഷൈനികത്തിനൊക്കെ ഭയങ്കര കുറ്റം പറയുന്നുണ്ടല്ലോ അവിടെ. എഗ്രിമെൻറ്റ്സ് വയ്ക്കണം, കൃത്യമായിട്ടുള്ള കോൺട്രാക്ട്സ് കറക്റ്റ് ആയിരിക്കണം, ഈ കോൺട്രാക്ട് ലീഗലായിരിക്കണം, ലീഗലി വാലിഡ് ആവുന്ന സാധനമായിരിക്കണം, ഈ സാധനം മാറിയ നിയമപരമായിട്ട് കൊടുക്കേണ്ട വരണം. അപ്പോഴാണ് ഈ പരിപാടിയൊക്കെ വർക്കാവും. ഇത്രയും പെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാനത്തിന് നമ്മൾ ഹയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കോൺട്രാക്റ്റുകൾ കൃത്യമല്ലെങ്കിൽ ഈ നഷ്ടം കൂടും പ്രൊഡ്യൂസർക്ക്. ഇവിടുത്തെ സിനിമകൾ നഷ്ടമാകുന്നതും പല പടങ്ങളും പൊട്ടിപ്പോകുന്നതിനകത്തും മുഴുവൻ ഉത്തരവാദിത്തം നടൻ്റെ മണ്ടയ്ക്കായിപ്പോയിരിക്കും. ശരിക്കും ഈ നടൻ്റെ പ്രവർത്തികൾ കാരണമാണ് ഈ പടങ്ങൾ നശിക്കുന്നത്. മനസ്സിലായി? ഇൻഡസ്ട്രിയിലുള്ള കലാപരമായ കാര്യങ്ങൾ ഇടപെടൽ കാരണം കല നശിക്കുക. ഈ സിനിമയെന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ പുരോഗമിക്കാതെ പോയതും ഇപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സിനിമകളിലോട്ടൊന്നും കൊണ്ട് വെക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ഇവിടെ നിന്ന് കിട്ടത്തില്ല. അതിൻ്റെ ഏറ്റവും കൂടുതൽ പണി കാണിച്ചേക്കുന്ന നടന്മാരാണ്. ഈ നടന്മാർക്ക് ഇത്ര ഹൈലി പെയ്ഡാണ്, കഥ കൊണ്ടുവന്നാൽ മാറ്റിക്കളയും, ഇവനനുസരിച്ച് ഇവന് സൗകര്യമുള്ള പോലെ കഥ കൊടുക്കും. അങ്ങനെ വന്നിട്ട് ഇവിടെ ഉള്ള നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ കുറേ സിനിമ എടുത്തിട്ട് കാണിച്ചിട്ട് കുറേ കോടികൾ അടിച്ചുകൊണ്ട് പോകും. പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടികൾ അല്ലെ. പള്ളിപ്പെരുന്നാളുണ്ട്, കപ്പലിൻ്റെ അകത്ത് കുറച്ച് MDMA കൂടെ കാലം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വല്ലതും തിന്നിട്ട് മണ്ടന്മാർ വല്ലതും പോയി വല്ല കൂടുതൽ കപ്പലിൻ്റെ തിന്നുന്ന ഒരു പരിപാടി. അതൊക്കെയാണ് ഈ പറഞ്ഞ സംഭവം ചെയ്തിട്ടുള്ളത്. അല്ലാതെ ക്വാളിറ്റിയുള്ള സിനിമകളില്ല, നല്ല കഥകളില്ല. വെറൈറ്റി ആയിട്ട് എനിക്ക് ആകെ 2 പടമേ തോന്നില്ല. ആട്ടവും ഭ്രമയുഗം. ഞാൻ എപ്പോഴും പറയാം അത് വ്യത്യസ്തമായ സിനിമകളാണ് മലയാളത്തിൽ നിന്ന്. ഇന്ത്യയിൽ അങ്ങനെ സിനിമകൾ 2 ഈ 2 മതി. ലാപ്പത്ത ലേഡീസൊക്കെ എന്താ
അങ്ങനെയല്ലേ എൻ്റെ പടം, അങ്ങനത്തെ പടങ്ങൾ, അങ്ങനത്തെ സിനിമകൾ, നല്ല സിനിമ, അതൊക്കെ വളരെ കുറച്ച് ഇറങ്ങുന്നതിനിടയിൽ നമ്മുടേതായ കാര്യങ്ങൾ ചെറുതാണ്, നമ്മുടെ ഇൻഡസ്ട്രിയും ചെറുതാണ്, നമുക്ക് അത്രയും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഈ ഓസ്കാറിന് പോയെന്ന് വരത്തില്ല, ഓസ്കാറിന് ആടുജീവിതമൊക്കെ പോകുന്നെന്ന് പറഞ്ഞത് അത് തന്നെ വലിയ കോമഡി ആയിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ഇവിടെ ഭയങ്കരமான സിനിമ എന്നൊക്കെ പറഞ്ഞ് പാൻ ഇന്ത്യ ഒക്കെ പൊക്കി പിടിക്കുന്ന സിനിമകളുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ചില സിനിമയൊക്കെ ഇപ്പോൾ ഏതൊക്കെയോ സിനിമകളൊക്കെ ഭയങ്കര സിനിമയെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ കേരളത്തിൻ്റെ ഒരു ചുറ്റുപാട് അറിയാൻ പാടില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ സിനിമ ചെയ്യുമ്പോഴേ സിനിമ ഇങ്ങനെ ഈ ഇവിടുത്തെ ഒരു സാമൂഹിക സാഹചര്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നവരല്ലെങ്കിൽ മനസ്സിലാവുണ്ടോ, ഇത് കൊള്ളാം എന്ന് തോന്നും. മനസ്സിലാവുണ്ടോ എനിക്ക്? ഇവിടുത്തെ ഒരു സോഷ്യൽ ഓർഡറും കൂടി മനസ്സിലായാലാണ് ഈ സാധനം കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് സിനിമ ശരിക്കും കണക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പല സിനിമയും പറ്റാത്തത്. തനിക്ക് മനസ്സിലായി? ഈ സിനിമ നോർത്തിലോട്ടൊക്കെ പോകുമ്പോഴേക്കും കൊള്ളാം, നന്നായിട്ടുണ്ട്, ഭയങ്കര റിയലിസ്റ്റിക് ആണെന്ന് പറയും. അങ്ങനെയല്ല അത്. ഇവിടെ ഈ പരിപാടി നമുക്ക് സെറ്റ് ആവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് റിയലിസ്റ്റിക് ആവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ ഓർഡറായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ലാത്ത പോലത്തെ പരിപാടികൾ ഇറങ്ങിയപ്പോഴേക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. കാരണം അവിടുത്തെ ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് ഇവിടെ അത് പിടിക്കാത്തത് നമുക്ക് ദഹിക്കില്ല. ഇവിടുത്തെ അങ്ങനത്തെ മാസ് കാണിക്കലും പറന്ന് വന്ന് അടിക്കലും കടിക്കലും ഒക്കെ നമുക്ക് പറ്റില്ല. അത് അടിപൊളിയായിരുന്നു. കടിക്കുന്ന ഒരു സീനുണ്ട് പുഷ്പ, പറന്നു വന്ന് കടിക്കും. ഏടാ ഈ പടം നമ്മളിവിടെ ഈ ഫേസ്ബുക്കിലും ഈ മീഡിയയിലൊക്കെ വന്ന് പബ്ലിസിറ്റി കൊടുക്കുന്നവർ, ഈ റിവ്യൂസും അതിന് കള്ളൊക്കെ എഴുതി പിടിപ്പിക്കുന്നവർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പുഷ്പ നോർത്ത് ഇന്ത്യയിലും അവിടെയൊക്കെ ഭയങ്കര ഹിറ്റാണെന്ന് ഇവർ പറയുന്നത്. അവിടെ ഒന്നും അത്ര ഹിറ്റൊന്നും ആയിരിക്കണം എന്നുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഈ പറഞ്ഞ രീതിക്ക് ഒരു സിനിമ എടുത്തിട്ട് മലയാളികൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ഹിന്ദിക്കാരന് ഇഷ്ടപ്പെട്ടു, ഹിന്ദിക്കാരന് ഇഷ്ടപ്പെട്ടത് തെലുങ്കിന് ഇഷ്ടപ്പെട്ടില്ല, കന്നഡയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, തമിഴ്, ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞു വന്നത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയാണ്. ഇമാര് ഹൈപ്പ് അടിച്ച് ഇല്ലില്ല തോന്നുന്നില്ലോ. അങ്ങനല്ല. ഇപ്പം തനിക്ക് ബാഹുബലി സിനിമ ഹിറ്റാന്ന് പറഞ്ഞാൽ അതെല്ലായിടത്തും ഹിറ്റാണ്. പിന്നെ പുഷ്പയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? പുഷ്പയുടെ ലാഗും പുഷ്പയുടെ മണ്ടത്തിലും ആ സിനിമ കണ്ടിട്ട് മനസ്സിലാവില്ലെന്നാണ് നമുക്കൊക്കെ. നമ്മളെന്നെ അത്രയും ബുദ്ധിയില്ലാത്ത മനസ്സിലാവുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരങ്ങനെ. ഇത് തെലുങ്കന്മാർ ശരിയാ, അല്ലു അർജുന്റെ ഫാൻസ് അക്സെപ്റ്റ് ചെയ്യാൻ. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ മാസും ഇങ്ങനത്തെ തരം ഭയങ്കര സെന്റിമെന്റൽ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് കേൾക്കുമ്പോ നമുക്ക് ചിരി വരും. അവിടെയുള്ള ആൾക്കാർക്ക് തെലുങ്കന്മാര് അല്ലു അർജുൻ ഫാൻസിന് ചിലപ്പോ അതങ്ങ് സഹിക്കുമായിരിക്കും. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല. തമിഴിലും എനിക്ക് ഒരു തരത്തിലും അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ. ഇതിന്റെയൊക്കെ തന്ത ഇരിപ്പുണ്ടോ അവിടെ. അപ്പൊ അതുകൊണ്ട് ഇവരുടെയൊക്കെ പിതാമഹനുള്ള സ്ഥലമാണ് തമിഴ്നാട്. അപ്പം അതുകൊണ്ട് അവിടെ അത് ഈ സാധനം ഒന്നും അത്ര രജനീകാന്തിന്റെ മാസിന്റെ അത്ര ഒന്നും ഇനിയിപ്പോൾ ആരും വേറൊരു കാര്യമുണ്ട്. ഈ രജനീകാന്ത് താരങ്ങ് പറഞ്ഞു ആദ്യം